കേരളത്തിലെ മുഖ്യമന്ത്രി ഈ തർക്കം ഇത്തരം ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിനിടയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരു കാര്യം മനസ്സിലായി. സത്യം പറഞ്ഞാൽ ലീഗ് പറയുന്നത് അതേപടി ഹൈക്കമാൻഡ് അല്ലെങ്കിൽ AICC അനുസരിക്കും എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെയും കൂട്ടരുടെയും ധാരണ. കാരണം 27 പേര് മത്സരിച്ചു, 22 പേര് ജയിച്ചു. മാത്രമല്ല ലീഗ് എന്ന് പറഞ്ഞാൽ UDFിൻ്റെ കോൺഗ്രസിൻ്റെ ഒക്കെ നട്ടല്ലാണ്. തങ്ങൾ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഇവിടെ സാധിച്ചെടുക്കാം എന്നായിരുന്നു ലീഗിൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ തെറ്റിയിരിക്കുന്നു. അതായത് ലീഗിനെ ഇപ്പം മാത്യു കുഴൽനാടനും KC വേണുഗോപാലും ഒക്കെ തള്ളിപ്പറഞ്ഞു എങ്കിലും ലീഗുമായിട്ട് അത്ര പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ പോലും ഇവരുടെ തന്നിഷ്ടം മാത്രം ഇവിടെ നടക്കില്ല എന്നുള്ള കാര്യം ലീഗിന് ബോധ്യപ്പെട്ടു. അപ്പം ലീഗിന് എന്ത് സംഭവിക്കുന്നു? ലീഗ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കിടന്ന് ബഹളം കൂട്ടി തുടങ്ങി, കിടന്ന് ഒച്ച വെച്ച് തുടങ്ങി, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങി. അതാണ് ഇപ്പോൾ ലീഗ് ഹൗസിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വരുന്ന അനിശ്ചിതത്വത്തിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തി വീണ്ടും രേഖപ്പെടുത്തി. അതായത് ഒന്നുമല്ല, VD സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ആ ഒരു ശ്രമം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയപ്പോഴാണ് ഇത്തരത്തിൽ ലീഗ് ഒന്ന് മയപ്പെട്ട് ഇടപെട്ട് തുടങ്ങിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇത് ഉത്തരേന്ത്യയല്ല, അണികളിൽ നിന്ന് മുഖത്ത് അടികിട്ടും തുടങ്ങിയ ചില ഭീഷണികളുമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതായത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ മുഖത്ത് അടികിട്ടുന്ന അവസ്ഥയിലേക്ക്, അതായത് നാട്ടുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ തന്നെ കോൺഗ്രസ്സുകാരെ കാണുമ്പോൾ അല്ലെങ്കിൽ നേതാക്കളെ കാണുമ്പോൾ തെറി പറയും, അടിക്കും, ഇടിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ലീഗ് പറയുന്നുണ്ട്. നമുക്കതിനകത്ത് എതിരഭിപ്രായമൊന്നുമില്ല. കാരണം ജനങ്ങൾ, കോൺഗ്രസ് പ്രവർത്തകരൊക്കെ VD സതീശൻ്റെ കൂടെയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഇപ്പം VD സതീശൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ലീഗിന് ഒരു പ്രാധാന്യമുണ്ടായേക്കാം. നമ്മൾ ഉറപ്പൊന്നും പറയുന്നില്ല. KC വേണുഗോപാൽ ആയാൽ അതിനകത്ത് അത്രയും പ്രാധാന്യമുണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നയം വേറെയാണ്. അങ്ങനെയുള്ള പല ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒറ്റ കാര്യം മനസ്സിലായി, ലീഗിൻ്റെ ആ ലീഗ് പറഞ്ഞാൽ അതിനപ്പുറമില്ല AICC. ഇതിനു മുൻപെല്ലാം അങ്ങനെ ആയിരുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. ഉമ്മൻചാണ്ടിയുടെ കാലത്തായാലും AK ആന്റണിയുടെ കാലത്തായാലും ഒക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറയുന്നതിനപ്പുറം ഹൈക്കമാൻഡിന് ഒന്നും ഉണ്ടായിരുന്നില്ല, അന്നത്തെ ഹൈക്കമാൻഡിന്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയും അതുപോലെ മുകുൾ വാസ്നിക്കും ദീപദാസ് മുൻഷിയും അതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ തന്നെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നത് ലീഗിനെ സംബന്ധിച്ച് സാമൂഹ്യമായി, രാഷ്ട്രീയമായി ഒക്കെ തന്നെ ലീഗ് ഇപ്പം വോട്ട് ചെയ്ത് ജയിക്കുമായിരിക്കും. ലീഗ് ഒരു പ്രാധാന്യമില്ലാത്ത ഒരു കക്ഷിയായിട്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ ഒരു പ്രാധാന്യമില്ലാത്ത ഒരു കക്ഷിയായി മാറിക്കഴിഞ്ഞോ എന്ന് സംശയിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട്. തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ലീഗിൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ്. ലീഗ് പലപ്പോഴും മതേതരം എന്ന് പറഞ്ഞിട്ട് മതപരമായി, നമ്മുടെ KM ഷാജിയുടെ മതമാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രസംഗം, അതിനുശേഷം SDPഐയും മറ്റ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുമായിട്ടുള്ള ലീഗിൻ്റെ ബന്ധം, ലീഗും അവരിൽ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞതും സമൂഹ മാധ്യമങ്ങളൊക്കെ അതിനകത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത്തരത്തിൽ ഒരു വിഷയം വന്നതോടുകൂടിയാണ് മുഖത്തടി കിട്ടും, ചവിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പുതിയ ചില നമ്പറുകളുമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ആരായാലും ശരി, ലീഗിന് പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങളൊക്കെ കിട്ടും തീർച്ചയായിട്ടും. ലീഗിനെ ആരും മോശമായിട്ട് കാണുന്നൊന്നുമില്ല കോൺഗ്രസ്സുകാരും. പക്ഷേ ലീഗിൻ്റെ രാഷ്ട്രീയ അപചയം അല്ലെങ്കിൽ രാഷ്ട്രീയമായ ആ ഒരു ദുരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നത് സത്യമാണ്.